ദൈവത്തിന് സ്തോത്രം. നമ്മുടെ എഫ് ലേഖന പഠന പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. എഫ് ലേഖനം 4-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കാനായിട്ട് ആരംഭിച്ചത്. ആ വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കാം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയായിത്തീരും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു തുടങ്ങിയത് സഭയിലെ വിശ്വാസികളെ തെറ്റിച്ച് കളയുന്ന ദുരുപദേശങ്ങളെക്കുറിച്ചും ആ ദുരുപദേശം പഠിപ്പിക്കുന്ന ദുരുപദേഷ്ടാക്കന്മാരെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ആരംഭിച്ചത്. കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ആ ചർച്ച ഒരുപക്ഷെ 2-3 എപ്പിസോഡുകളോടും നീണ്ടുപോകും എന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില വാക്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച് ചിന്തിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് നമ്മൾ ആ ഭാഗം തന്നെ കുറച്ച് കാര്യങ്ങളോട് ഇന്ന് ചിന്തിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. കൊലോസ് ലേഖനത്തിലേക്ക് നമുക്ക് വരാം. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. കൊലോസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കുവാൻ ഞാൻ ഇത് പറയുന്നു. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശം എന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. ഇവിടെയും കൊലോസിയുള്ള സഭയോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കുവാൻ ഞാൻ ഇത് പറയുന്നു എന്ന്. അപ്പോൾ കൊലോസിയുള്ള സഭയെയും അവിടെയുള്ള ദൈവമക്കളെയും വശീകരണ വാക്കുകൾ പറഞ്ഞ് അവരെ ചതിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്താണ് വശീകരണ വാക്കുകൾ എന്ന് പറഞ്ഞാൽ, അതായത് അവരെ വിശ്വാസികളെ വശീകരിച്ച് അവരെ സ്വാധീനിച്ച് തങ്ങൾ പറയുന്നതിൻ്റെ പുറകെ വലിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ആ രീതിക്കാണ് വശീകരണ വാക്ക് എന്ന് നമ്മൾ പറയുന്നത്. അതൊരു പക്ഷേ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടാൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ദൈവ അനുഗ്രഹങ്ങൾ തരുമെന്നായിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമെന്നായിരിക്കും. അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള വശീകരണ വാക്കുകൾ പറഞ്ഞ് അവർ ജനത്തെ, ഈ സഭയിലെ വിശ്വാസികളെ വശീകരിക്കാനായിട്ട്, ചതിക്കാനായിട്ട് നോക്കും. അവരൊരിക്കലും ദൈവത്തെ അല്ല ഉയർത്തി കാണിക്കുന്നത്, തങ്ങളെ തന്നെ ഉയർത്തി കാണിച്ചിട്ട് തങ്ങൾ പറയുന്നത് അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അംഗീകരിച്ചാൽ ഈ രീതിയിൽ അവരെ വശീകരിക്കാനായിട്ട് ശ്രമിക്കുന്ന രീതിയായിരിക്കും ദുരുപദേഷ്ടാക്കന്മാരുടെ മറ്റൊരു രീതി എന്ന് പറയുന്നത്. ഇതൊന്ന് പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. കാരണം പലരും ഇന്ന് പല സഭകളിലും തുടർന്നു പോകുന്നതിൻ്റെ ഏക കാരണം എന്ന് പറയുന്നത്, ആ സഭയിൽ നിന്ന് വിട്ടുപോയാൽ ദൈവം അവരോട് കോപിക്കുമെന്നോ അല്ലെങ്കിൽ അവരെ ദൈവം ശിക്ഷിക്കുമെന്നോ അവർക്കുള്ള നന്മകൾ മുടക്കപ്പെടുമെന്നോ ഒക്കെ
ആ സഭയിലെ ശുശ്രൂഷകന്മാർ അവരെ പറഞ്ഞ് ആ രീതിയിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് വച്ചിരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ബൈബിൾ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. കാരണം ദൈവത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് അവൻ നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യിക്കുകയും ചെയ്യുന്ന ദൈവമെന്ന്. അതായത് ദൈവം ഒരു വ്യക്തിക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ നൽകുന്നത് അവൻ്റെ ആത്മീക നിലവാരം നോക്കിയല്ല എന്നാണ് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം അതിന് വിരുദ്ധമായിട്ടുള്ള പഠിപ്പിക്കലുകൾ നടത്തി ജനങ്ങളെ അവരുടെ പുറകെ വശീകരിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കും എന്ന് പൗലോസിലൂടെ പറയുക. എന്നിട്ട് പൗലോസ് അവരോട് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് 5-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. അപ്പം ഇപ്പം കൊലോസ്യയിലുള്ള വിശ്വാസികൾ അവരുടെ വിശ്വാസം ക്രിസ്തുവിലാണ്. ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലോ ഏതെങ്കിലും ഒരു സഭയിലോ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയിലോ അല്ല അവരുടെ വിശ്വാസം. അവരുടെ വിശ്വാസം ക്രിസ്തുവിലാണ്. അത് കണ്ട് പൗലോസ് എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. എന്നാൽ ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് അവരെ മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലോ ഏതെങ്കിലും ഒരു സഭയിലോ ഏതെങ്കിലും ഒരു വ്യക്തിയിലോ അവരുടെ ആശ്രയം വിശ്വാസമാക്കി തീർക്കുവാനായിട്ടാണ് ഇവരെ വശീകരിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് പൗലോസ് 6-7 വാക്യങ്ങളിൽ പറയുകയാണ്, ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അപ്പം നമ്മുടെ കൂട്ടായ്മ ക്രിസ്തുവുമായിട്ടാണ്. ഒരിക്കലും ഒരു ദൈവപൈതലിൻ്റെ കൂട്ടായ്മ അവൻ്റെ ആശ്രയം അവൻ്റെ വിശ്വാസം ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലോ ഏതെങ്കിലും ഒരു സഭയിലോ ഏതെങ്കിലും ഒരു വ്യക്തിയിലോ ഒരു പാസ്റ്ററിലോ ഒരു വൈദികനിലോ ഒന്നുമല്ല ഒരു വിശ്വാസിയുടെ ആശ്രയം ഇരിക്കുന്നത്. അത് യേശുവിലാണ്. അതാണ് അവിടെ പറഞ്ഞത്, യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ, അതായത് അവനോടുള്ള കൂട്ടായ്മയിൽ അവനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മുൻപോട്ട് പോകണം. അവനിൽ വേരൂന്നി, ഒരു സഭയിലല്ല വേരൂന്നേണ്ടത്, ഒരു പ്രസ്ഥാനത്തിലല്ല വേരൂന്നേണ്ടത്, യേശുവിൽ വേരൂന്നി ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിലുറച്ച്, ആരിലുള്ള വിശ്വാസത്തിൽ? യേശുവിലുള്ള വിശ്വാസത്തിലുറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പൻ. അപ്പം ഞാൻ പറഞ്ഞത് സഭ നമുക്ക് ആവശ്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. സഭ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. എന്നാൽ ആ സഭയിലായിരിക്കരുത് നമ്മുടെ ആശ്രയം വിശ്വാസം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ചില ആളുകളുണ്ട്, അവർക്ക് IPCയിലാണ് വിശ്വാസം, ചില ആളുകൾക്ക് AGയിലാണ് വിശ്വാസം, ചില ആളുകൾക്ക് യാക്കോബയിലോ ഓർത്തഡോക്സിലോ മർത്തോമയിലോ CSIയിലോ കത്തോലിക്കയിലോ ഒക്കെയാണ് അവർക്ക് വിശ്വാസം. അവർക്ക് യേശുവിലല്ല വിശ്വാസം. അവർക്ക് യേശുവിനേക്കാൾ വലുത് അവരുടെ സഭയാണ്. അങ്ങനെ വരരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതല്ല വിശ്വാസം. അങ്ങനെ നമ്മളെ മാറ്റിക്കൊണ്ടു പോകുന്നത് ദുരുപദേഷ്ടാക്കന്മാരാണ്. നമ്മളെ ആരെങ്കിലും ആ രീതിയിൽ വശീകരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വശീകരണത്തിൻ്റെ ചതിയിൽ നമ്മൾ എന്ത് ചെയ്യരുത്? കുടുങ്ങിപ്പോകരുത് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് 8-ാം വാക്യത്തിൽ പറയുകയാണ്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിക്കുവൻ. അപ്പം ഇങ്ങനെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിങ്ങളെ മാറ്റിയിട്ട് മനുഷ്യരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനത്തിലോ ഏതെങ്കിലും സഭകളിലോ ഒക്കെ നിങ്ങളുടെ വിശ്വാസമാക്കി തീർക്കാനായിട്ട് ശ്രമിക്കുന്നവർ എങ്ങനെയാണ് ശ്രമിക്കുക? തത്വജ്ഞാനം, അതായത് ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയും. അതുപോലെ തന്നെ വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. അത് മനുഷ്യരുടെ സമ്പ്രദായ പ്രകാരം ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സഭ, ഏതെങ്കിലും ഒരു പ്രസ്ഥാനം, ഏതെങ്കിലും ഒരു ശുശ്രൂഷകൻ നിങ്ങളോട് പറയുക, ഒരു സഭ പറയുക, ഈ സഭയിൽ നിന്ന് നിങ്ങൾ മറ്റൊരു സഭയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളതോടെ നശിച്ചു പോകും, നിങ്ങൾക്ക് ഈ സഭയിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നൊരു സഭ നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് നിങ്ങളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റി ആ സഭയിലേക്കാണ് നിങ്ങളുടെ വിശ്വാസം കൊണ്ടുപോകുന്നത്. അങ്ങനെ സമ്മതിക്കരുത്. അത് മനുഷ്യരുടെ സമ്പ്രദായമാണത്.
ഏതെങ്കിലും ഒരു ശുശ്രൂഷകൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടേ പറ്റൂ, അങ്ങനെ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിങ്ങൾ നന്നാകത്തില്ല, നിങ്ങൾക്ക് നിലനിൽക്കാനായിട്ട് കഴിയില്ല എന്ന് ഏതെങ്കിലും ഒരു ശുശ്രൂഷകൻ നിങ്ങളോട് പറയുന്നെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് ക്രിസ്തുവിൽ നിന്ന് നിങ്ങളെ അകറ്റി മനുഷ്യരുടെ പാഠങ്ങളിലേക്ക് കൊണ്ടുപോകുക ചെയ്യുക. എന്താണെന്ന് പൗലോസ് പറയുന്നത്, അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണം അല്ല എന്ന് പൗലോസ് അവിടെ കൃത്യമായിട്ട് പറയുകയാണ്. അപ്പം ദുരുപദേഷ്ടാക്കന്മാരുടെ മറ്റൊരു രീതി ഇതാണ്. അവർ തങ്ങളുടെ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ തങ്ങളുടെ സഭയെ, തങ്ങളുടെ കൂട്ടായ്മയെ, തങ്ങളെ തന്നെ പ്രാധാന്യമുള്ളതായി കാണിച്ച് ജനങ്ങളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകും. എന്നാൽ യഥാർത്ഥ സഭയുടെ, യഥാർത്ഥ ശുശ്രൂഷകൻ്റെ ദൗത്യമെന്ന് പറയുന്നത് തൻ്റെ കൂടെയുള്ള ജനത്തെ ക്രിസ്തുവിനോട് കൂടുതൽ അടുപ്പിക്കുക എന്നുള്ളതാണ് തൻ്റെ ദൗത്യം. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ, ഞാനോ കുറയണം അവനോ വളരണം. അതായിരിക്കും ഒരു യഥാർത്ഥ ഉപദേഷ്ടാവിൻ്റെ മനോഭാവം എന്ന് പറയുന്നത്. അപ്പം അതാണ് കൊലോസ്സലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇനി അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ, അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കണം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അപ്പോൾ നോക്കിയേ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് മറ്റൊരു കാര്യം പറയുകയാണ്. എന്താണ്? കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്നുള്ള ഭാവത്തുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. അപ്പോൾ തെസ്സലോനിക്ക സഭയിലുണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത്, അവിടെ ചില ആളുകൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, കർത്താവിൻ്റെ വരവ് ഉടനെ സംഭവിക്കാൻ പോവുക. അവർ ഒരുപക്ഷെ അന്നത്തെ ലോക സംഭവങ്ങളൊക്കെ എടുത്തു വച്ചിട്ടായിരിക്കും അവർ പറഞ്ഞത്. എങ്ങനെയാണ് അവർ പറഞ്ഞത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്തായാലും അവർ പറഞ്ഞു കർത്താവിൻ്റെ വരവ് ഉടനെ സംഭവിക്കാനായിട്ട് പോവാം. അപ്പോൾ ഉടനെ സംഭവിക്കാനായിട്ട് പോവാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കർത്താവ് ഉടനെ വരാനായിട്ട് പോവുകയാണെങ്കിൽ പിന്നെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും കൂടെ കൂടിയിരുന്ന് ജോലിയും പണിയൊക്കെ വിട്ടിട്ട് എന്താണ് കർത്താവ് ഇപ്പോൾ വരുന്നു പറഞ്ഞിട്ട് അവർ ഇരിക്കാനായിട്ട് തുടങ്ങി. പൗലോസ് പറഞ്ഞു, അങ്ങനെ പറയുന്നത് ദുരുപദേശമാണ്. അങ്ങനെ പറയുന്നത് ദുരുപദേശമാണ്. കാരണം ബൈബിൾ ഒരിക്കലും കർത്താവിൻ്റെ വരവിൻ്റെ സമയത്തെക്കുറിച്ച് കൃത്യമായ ഒരു സൂചനയും നൽകുന്നില്ല. നിങ്ങളിത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കർത്താവ് വീണ്ടും വരും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വരവിൻ്റെ സമയത്തെക്കുറിച്ച് കൃത്യമായ ഒരു സൂചനയും ബൈബിൾ നൽകുന്നില്ല. ഇന്നും അനേകര്, ഞാനവിടെ പേരുകൾ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കേൾക്കുന്ന നിങ്ങൾക്കറിയാം, അനേകര് ഇന്ന് ഏതെങ്കിലും ഒരു യുദ്ധം എവിടെയെങ്കിലും നടന്നാൽ, ഒരു സുനാമി വന്നാൽ, ഒരു കൊറോണ വന്നാൽ, എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ, ഇതാ കർത്താവിൻ്റെ വരവിൻ്റെ അടയാളമാണിത്, കർത്താവ് ഇതാ ഇപ്പം ഈ തലമുറയിൽ വരാനായിട്ട് പോകുന്നു എന്നും പറഞ്ഞ് അങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന ഒത്തിരി പ്രാസംഗികരെ നമ്മൾ കാണുന്നുണ്ട്.
ഞാനുള്ള കാര്യം പറയാം, വഞ്ചിക്കപ്പെടരുത് നിങ്ങൾ. അത് അവർക്ക് സ്റ്റേജ് പിടിക്കാനും അവർക്ക് പൈസ ഉണ്ടാക്കാനുമുള്ള ഒരു വഞ്ചനയുടെ മാർഗമാണ്. കർത്താവ് ഒരിക്കലും തൻ്റെ വരവിൻ്റെ സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. കർത്താവ് സഭയെ ചേർക്കാനായിട്ട് വരുന്നതിന് കർത്താവ് ഒരടയാളം പോലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും എതിരഭിപ്രായമോ മറ്റെന്തെങ്കിലും ചിന്തകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ. കർത്താവിൻ്റെ സഭയെ എടുക്കാനായിട്ട് വരുന്ന ആ വരവിനെ കുറിച്ച് കർത്താവ് വേദപുസ്തകത്തിൽ ഒരടയാളവും പറഞ്ഞിട്ടില്ല. ഈ അടയാളങ്ങളൊക്കെ എടുത്ത് ഇതടയാളമാണ്, അതടയാളമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു പോകുന്നവർ, പ്രസംഗിക്കുന്നവർ അത് ദുരുപദേശമാണ് പ്രസംഗിക്കുന്നത്. അവർ ജനത്തിൻ്റെ മനസ്സ് ഇളക്കുകയാണ് ചെയ്യുന്നത്. അവർ ജനത്തെ വെറുതെ ഞെട്ടിക്കുകയാണ് ചെയ്യുന്നത്, ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ കർത്താവ് വരില്ലെന്നല്ല പറഞ്ഞത്, കർത്താവ് വരുമെന്ന് 100% വിശ്വസിക്കുന്നയാളാണ് ഞാൻ. പക്ഷേ കർത്താവ് എപ്പോൾ വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ വരവിന് ഒരടയാളം പോലും, അതായത് കർത്താവ് സഭയെ ചേർക്കാനായിട്ട് വരുന്ന ആ വരവിന് ഒരടയാളം പോലും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ഒരടയാളം പോലും പറഞ്ഞിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എന്താണ്? 24-ാം അധ്യായത്തിൻ്റെ 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് പറയുന്ന കാര്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരുന്ന് തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്നറിയുന്നു. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ. എന്താ കർത്താവ് പറയുന്നത്? കർത്താവിൻ്റെ വരവ് എപ്പോഴാണ് എന്ന് നിങ്ങൾ അറിയാത്തത് കൊണ്ട് ഉണർന്നിരിക്കണം എന്ന് വെച്ചാൽ എപ്പോഴും റെഡി ആയിരിക്കണം. എന്നിട്ട് 44-ാം വാക്യത്തിൽ പറയുക, നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും എന്ന് വെച്ചാൽ കർത്താവ് ഇപ്പോൾ വരാൻ പോകുന്നു, ഈ തലമുറയിൽ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് വരത്തില്ല. എന്നാൽ കർത്താവ് ഇപ്പോഴൊന്നും വരില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്താണ് കർത്താവ് വരാനായിട്ട് പോകുന്നത്. കാരണം കർത്താവിൻ്റെ വരവിന് ഒരടയാളവും എന്ത് ചെയ്തിട്ടില്ല, കർത്താവ് നൽകിയിട്ടില്ല. ഓക്കെ. ഇനി അതേ അധ്യായത്തിൻ്റെ തന്നെ 36-ാം വാക്യം, ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ഓക്കെ. ഇവിടെ എല്ലാം പറയുന്നത് കർത്താവ് അപ്രതീക്ഷിതമായിട്ട് വരുമെന്ന്. അതിനൊരടയാളവും കർത്താവ് പറഞ്ഞിട്ടില്ല, ഒരു ലക്ഷണവും കർത്താവ് പറഞ്ഞിട്ടില്ല. അപ്പം പിന്നെ ഇന്ന് പ്രസംഗിക്കുന്നവരോ, അവരൊക്കെ സ്വന്തം ബുദ്ധിയിൽ നിന്ന് എടുത്ത് പ്രസംഗിക്കുക ചെയ്യുന്നത്. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ഞാനിത് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയെ പറഞ്ഞിരുന്നു, ഇവിടെ ഇനി കോംപ്രമൈസ് ചെയ്ത് പറയേണ്ട ഒരു കാര്യവുമില്ല. സത്യമായിട്ട് പറയാനേ പറ്റത്തുള്ളൂ. യേശു സഭയെ ചേർക്കാനായിട്ട് മടങ്ങി വരുന്നതിന് യേശു ഒരു അടയാളവും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് യേശു പറഞ്ഞ എന്തെങ്കിലും അടയാളം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഞാനുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുക. ഞാൻ എൻ്റെ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ ഞാനുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പം ഇത് നമ്മളൊരിക്കലും മറക്കരുത്. കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ പ്രസംഗിക്കുന്നത് ദുരുപദേശമാണ്. കർത്താവിത
ഈ തലമുറയിൽ വരാൻ പോകുന്നു, അവൻ്റെ അടയാളങ്ങളൊക്കെ നടക്കുന്നു, അതുകൊണ്ട് കർത്താവ് ഇതാ വേഗം വരാനായിട്ട് പോകുന്നു. അങ്ങനെ പ്രസംഗിക്കാൻ കർത്താവ് ആരെയും ഏൽപ്പിച്ചിട്ടില്ല. കർത്താവ് വരും, അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും കർത്താവ് വരുന്നത്. ഓക്കെ, അപ്പം അവിടെ പൗലോസ് പറയാണ് കർത്താവിൻ്റെ നാൾ. രണ്ട് തെസ്സലോനിക്കലാൻ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പൗലോസ് പറയാണ് കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ വല്ല ആത്മാവിനാലോ. അപ്പം കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല, ഇറ്റ് ഈസ് സം അതർ സ്പിരിറ്റ്. വല്ല ആത്മാവെന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇന്ന് ഏറ്റവും ജനപ്രിയർ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ പ്രസംഗിക്കുന്നവരാ. അതെൻ്റെ വിഷയമല്ല. വേദപുസ്തകം പറയുന്നു അവർ ജനത്തെ ഭയപ്പെടുത്തുകയും സുബോധം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നവരാണ്. കാരണം അങ്ങനെ പ്രസംഗിക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്നിട്ട് ഈ രീതിയിൽ ഇവർ കർത്താവിൻ്റെ വരവ് അടുത്തു എന്നും പറഞ്ഞ് ജോലിയും കൂലിയുമൊക്കെ ഇല്ലാതെ ഇവരിങ്ങനെ ജീവിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പൗലോസ് അവരോട് പറയുക, 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 7 തൊട്ടുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുക, ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടില്ല. നിങ്ങളുടെ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോന്നു. അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിക്കാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ. വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. ഇതാ ഞാൻ പറഞ്ഞത്, അവർ ജോലി ചെയ്യാതെ അവർ മറ്റുള്ളവരുടെ കാര്യം നോക്കി നടക്കാനായിട്ട് തുടങ്ങി. പൗലോസ് പറഞ്ഞു, ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണം എന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. അപ്പം ഇന്ന് പലരും ഉണ്ട്. എനിക്കറിയാം, ഇവിടെ തൃശ്ശൂരിനടുത്ത് എംബറർ ഇമ്മാനുവൽ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അവർ കർത്താവിത വരാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ കൂടി വരുന്ന ആൾക്കാരുടെയൊക്കെ സ്ഥലവും സ്വത്തും ഒക്കെ വിൽപ്പിച്ച് ആ പൈസയൊക്കെ അവർ മേടിച്ച് അവിടെ എല്ലാവരും അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കർത്താവിൻ്റെ രീതി അല്ലത്. അവർ കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ ഞെട്ടിക്കുകയും ഭയപ്പെടുത്തുകയും സുബോധം വിട്ട് നിങ്ങൾ ഇളകിപ്പോകാനായിട്ട് ഇടയാകുകയും ചെയ്യുന്നത്. അത് തികഞ്ഞ ദുരുപദേശമാണ്. അതിൻ്റെ പുറകെ ജനം പോകരുത്, അതിൻ്റെ പുറകെ നിങ്ങൾ പോകരുത്. കർത്താവ് വരും, അത് 100% ഉറപ്പാണ്. പക്ഷേ അവൻ എന്ന് വരും എന്ന് നമുക്കറിയില്ല. അവൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ ഒന്നും കർത്താവോ സഭയോ ലേഖനങ്ങളോ നമ്മളോട് പറഞ്ഞിട്ടുമില്ല എന്നുള്ളത് നമ്മളൊരിക്കലും മറക്കരുത്. ഓക്കെ, അപ്പം ഇത് നമ്മളിപ്പോൾ 2 കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്ന്, കർത്താവിലുള്ള നമ്മുടെ വിശ്വാസത്തിൽ നമ്മെ മാറ്റി പ്രസ്ഥാനങ്ങളിലേക്ക്, സംഘടനകളിലേക്ക്, സഭകളിലേക്ക്, വ്യക്തികളിലേക്ക് നമ്മുടെ വിശ്വാസം മാറ്റാനായിട്ട് ശ്രമിക്കുന്ന ദുരുപദേശങ്ങൾ. 2, കർത്താവിൻ്റെ നാൾ സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തുകയും നമ്മെ ഇളക്കുകയും നമ്മുടെ സുബോധത്തെ നഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് സുബോധമില്ലാത്തവരെ പോലെ നമ്മളെ കൊണ്ട് പെരുമാറിപ്പിക്കുന്ന അത്തരത്തിലുള്ള ദുരുപദേശങ്ങൾ, അതിൽ നിന്ന് ദൈവസഭയും ദൈവജനവും ഒഴിഞ്ഞിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നു. ഇനി 1 തിമോഥെയോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 തിമോഥെയോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഇതാണ്, നിഗളിച്ചിട്ട്
പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യൻ അരുത്. ഇപ്പം ഇവിടെ പറയുക, പുതിയ ശിഷ്യൻ ഉപദേഷ്ടാവായിട്ട് തീരരുത്. കാരണം അവൻ നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം പുതിയ ശിഷ്യൻ ഒരിക്കലും ഉപദേഷ്ടാവാകാനായിട്ട് പാടില്ല. അവൻ ആദ്യം പഠിക്കണം. പഠിച്ചതിന് ശേഷമേ അവന് പഠിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. പഠിക്കാത്ത ഒരാളെ പഠിപ്പിക്കാനായിട്ട് ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ പഠിക്കണം എന്ന് പറയുന്നത് ഏതെങ്കിലും ബൈബിൾ കോളേജിലോ സെമിനാരിയിലോ പോയി ഡിഗ്രി എടുക്കുന്ന കാര്യമല്ല. കാരണം ദൈവവചനപ്രകാരം, പുതിയ നിയമപ്രകാരം അങ്ങനെയുള്ള ബൈബിൾ കോളേജുകളോ സെമിനാരികളോ ഒന്നും പുതിയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. പിന്നെന്താണ് അവിടെ ഉള്ളത്? സഭയാണ് പഠിപ്പിക്കുന്നത്. ഒരു സഭയിൽ ദൈവം ഉപദേഷ്ടാക്കന്മാരെ ആക്കി വെക്കുന്നു. അവർ സഭയിലെ വിശ്വാസികളെ പഠിപ്പിക്കുന്നു. അതാണ് പുതിയ നിയമത്തിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ബൈബിൾ സ്കൂൾ തുടങ്ങിയിട്ട്, ഒരു ബൈബിൾ കോളേജ് തുടങ്ങിയിട്ട്, ഒരു സെമിനാരി തുടങ്ങിയിട്ട് അവിടെ കുറേ പേരെ വിളിച്ചിരുത്തി ഒരു 3 വർഷം കൊണ്ട് എന്തൊക്കെയൊക്കെ എങ്ങനെ ആ പരിപാടി അല്ല. അപ്പം ഒരു പുതിയ വ്യക്തി വിശ്വാസത്തിലേക്ക് വന്നാൽ അവൻ ആദ്യം സഭയിലിരുന്ന് പഠിക്കണം, ദൈവവചനം പഠിക്കണം. അവൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ സഭയിൽ ദൈവവചനം പഠിപ്പിക്കപ്പെടണം. അതാണ് ഇതിനകത്തെ വിഷയം. അതിന്ന് നടക്കുന്നില്ലെന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ഈ ബൈബിൾ സ്കൂളുകളും സെമിനാരികളൊക്കെ ആവശ്യം വരുന്നത്. ഞാൻ പറയുന്നത്, നമ്മുടെ സഭകളിൽ ദൈവവചനം പഠിപ്പിക്കപ്പെടണം. ഓരോ വിശ്വാസിയും ദൈവവചനം പഠിച്ചിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അപ്പം അങ്ങനെ വരുമ്പോൾ പുതുതായിട്ട് വന്ന ഒരു ശിഷ്യൻ അവനെ പഠിപ്പിക്കാനായിട്ട് അവനെ ഏൽപ്പിക്കരുത്. കാരണം അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ നിഗളിക്കും. താനാരോ ആണ് എന്നുള്ളൊരു ചിന്ത, തനിക്കെന്തോ കഴിവുണ്ട്, തനിക്ക് എന്തൊക്കെയോ ചെയ്യാനായിട്ട് പറ്റും, തനിക്ക് അറിവുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചിന്തകളിലേക്ക് അവൻ വരും. അങ്ങനെ നിഗളിച്ചു കഴിഞ്ഞാൽ പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അവൻ എന്ത് ചെയ്യും? അകപ്പെടും. അതുകൊണ്ട് അവിടെ പറഞ്ഞു, എന്ത് ചെയ്യരുത്? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യൻ അരുത് എന്നവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുതിയ ശിഷ്യൻ പാടില്ല. ഇനി അതേ 1 തിമോഥെയോസിൻ്റെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ അവിടെ പറയുക, ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച് വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുയേശുവിന് നല്ല ശുശ്രൂഷകനാകും. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവവചന ഉപദേശങ്ങൾ സ്ഥാപിക്കേണ്ടത് എന്തെങ്കിലും കിഴവിക്കഥകളെ ആധാരമാക്കിയല്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു ഉപദേശം സ്ഥാപിക്കേണ്ടത് വചനത്തെ ആധാരമാക്കിയാണ്. ഒരിക്കലും ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു AG-യിൽ അവിടെ സെക്ഷൻ്റെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ദൈവവചനം സൂക്ഷിക്കാനായിട്ട് എന്നെ വിളിച്ചു വന്ന് ഞാനവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നായിട്ടുള്ള ത്രിയേക ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാനവിടെ പറയേണ്ടി വന്നു. അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. കാരണം പലരും പറഞ്ഞു ദൈവം ഏകനാണ്. ഞാൻ പറഞ്ഞു ദൈവം ഏകനല്ല, ത്രിയേക ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അവിടെ പ്രായമുള്ളൊരു കർത്താവദാസനിക്കുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ദൈവം ഏകനാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് പെട്ടെന്ന് ചാടിക്കയറി എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടില്ലേ? ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ഈ പാട്ടെടുത്തിട്ടു.
ഞാൻ ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്ററെ, ഒരു ഉപദേശം സ്ഥാപിക്കുന്നത് പാട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല, വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കൊക്കെ ഉള്ളൊരു തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് പാട്ട് അല്ലെങ്കിൽ കഥകൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉപദേശം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കും. ഒരിക്കലും പാടില്ല. ഞാൻ നിങ്ങളോടൊരു യാഥാർത്ഥ്യം പറയാം. ഇന്ന് നമ്മൾ പാടുന്ന പല പാട്ടുകളും ദൈവവചനം വെച്ച് നോക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. എനിക്ക് പല പാട്ടുകളും പാടാനായിട്ട് ബുദ്ധിമുട്ട് വരാറുണ്ട്. ഒരിക്കൽ ഞാനൊരു സഭായോഗത്തെ സംബന്ധിക്കുന്ന സമയത്ത് അവിടെ പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ എന്നുള്ള ആ പാട്ട് പാടി. അപ്പം ഞാനത് കഴിഞ്ഞ് ദൈവവചനം സൂക്ഷിക്കാനായിട്ട് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ആ പാട്ട് നിങ്ങൾ ആദ്യം ഒന്ന് നോക്കണം, അതിനകത്തെ വരികൾ നിങ്ങൾ നോക്കണം. അത് ദൈവവചന പ്രകാരമുള്ള വരികളാണോ എന്ന് നിങ്ങൾ നോക്കണം. ഞാൻ പറഞ്ഞു, ആ പാട്ട് പരമപിതാവിന് സ്തുതി പാടാം എന്നുള്ള ആ പാട്ട്, അതിനകത്ത് ഒരു സ്റ്റാൻസ എനിക്ക് പാടാൻ പറ്റില്ല. ഇടയനെ പോലെ എന്നെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ, സ്വന്തമാക്കിയ നമ്മെ തീർത്തിയിടുവാൻ സ്വന്തം രക്തം നമുക്കേകിയവൻ, പരമപിതാവിന് സ്തുതി പാടാം. ഇപ്പം എന്താ അവിടെ പറഞ്ഞത്? പരമപിതാവാണ് ഇടയനെ പോലെ എന്നെ തേടി വന്ന് ക്രൂസിൽ എനിക്ക് വേണ്ടി രക്തമൊഴുക്കിയതെന്ന്. എന്നാൽ ബൈബിൾ പറയുന്നു, പിതാവ് തൻ്റെ പുത്രനെ അയച്ചു, ആ പുത്രനാണ് എനിക്ക് വേണ്ടി രക്തം ചിന്തിയത്. പക്ഷെ ആ പാട്ട് പറയുന്നത് പിതാവാണ് ഇടയനെ പോലെ എന്നെ തേടി വന്ന് എനിക്ക് വേണ്ടി രക്തം ചിന്തിയതെന്ന്. അതെങ്ങനെ എനിക്ക് പാടാനായിട്ട് കഴിയും? വേദപുസ്തകത്തിൻ്റെ കൃത്യമായിട്ടുള്ള അടിസ്ഥാനത്തിൽ ആ പാട്ട് തെറ്റാണ്. അപ്പം അത് ഞാൻ പറഞ്ഞപ്പം ആ സഭാശുശ്രൂഷ എഴുന്നേറ്റ് അവസാനം കൺക്ലൂഷൻ പറയാൻ വേണ്ടി എഴുന്നേറ്റുന്നപ്പോൾ എന്നോട് പറയാം, ടോമസ് പാസ്റ്റർ അങ്ങനെയൊന്നും പറയരുത്, ഞങ്ങൾക്ക് ആ പാട്ട് പാടി അഭിഷേകം പ്രാപിച്ചതെന്ന്. എനിക്ക് ഉടനെ ചോദിക്കണം തോന്നി, അതെന്ത് അഭിഷേകമാണ്? അപ്പോൾ പാട്ടിനനുസരിച്ച് പോകുന്ന ഉപദേശമായിരുന്നു പലപ്പോഴും നമുക്കുള്ളത്. അപ്പം അങ്ങനെയല്ല ഉപദേശം സ്ഥാപിക്കേണ്ടത്. നമ്മളിന്ന് പാടുന്ന ഈ പരമപിതാവ് തന്നെയാണ് ഈ ലോകത്തിലേക്ക് വന്ന് രക്തം ചിന്തിയത് എന്ന് പഠിപ്പിക്കുന്നത് വണ്ണസ് ഉപദേശം അല്ലെങ്കിൽ യേശുവിൻ നാമം എന്നറിയപ്പെടുന്ന ഉപദേശത്തിൻ്റെ ഭാഗമാണത്. അല്ലെങ്കിൽ ഭാവവാദം എന്നൊക്കെ പറയുന്ന ഉപദേശമാണത്. അത് അല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിൾ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല പിതാവാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. പിതാവ് പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പം എനിക്കങ്ങനെ ആ പാട്ട് പാടാനായിട്ട് പറ്റും. അപ്പം ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പം അതാ ഞാൻ പറഞ്ഞത്, എന്താണ്, ഭക്തിവിരുദ്ധമായിട്ടുള്ള കിഴവിക്കഥകളും പാട്ടുകളും കൊണ്ട് ഉപദേശങ്ങൾ ഉണ്ടാക്കരുത്. പലപ്പോഴും ഈ പാട്ടുകളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ വചനത്തെക്കാൾ കൂടുതൽ ആൾക്കാരുടെ ഉള്ളിൽ കിടക്കുന്നത് ഈ പാട്ടുകളാണ്. ഈ പാട്ടുകളിലൂടെ ഇവർ ദുരുപദേശങ്ങളിലേക്ക് നയിക്കപ്പെടും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. എന്നിട്ട് പൗലോസ് അവിടെ പറയുന്നത് എന്താണ് അവിടുത്തെ പ്രശ്നമെന്ന് അതിൻ്റെ 2-ാം വാക്യം തൊട്ട് പറയുന്നുണ്ട്. എന്താണ്? അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കും. സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണം എന്ന് കൽപ്പിക്കും. ഇതാണ് അവിടെ പറയുന്ന ഉപദേശം. എന്താണ്? വിവാഹം വിലക്കുക. ഇന്ന് പല ക്രിസ്തീയ സംഘടനകളും ഉണ്ട് വിവാഹം വിലക്കുന്നത്. വിവാഹം വിലക്കുന്നവർ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ കോഴിക്കോട് പ്രവർത്തിക്കുന്ന സമയത്ത്, കുടുംബമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാനവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ അടുത്തുള്ള TPM എന്ന് പറയുന്ന സഭയിലൊരു ശുശ്രൂഷകൻ അവിടെ വന്നു. എന്നിട്ട് അന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ IPCയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഞാനവിടെ ഇല്ല. എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയുകയാണ്, കർത്താവിൻ്റെ വേല ഒരിക്കലും കുടുംബമായിട്ട് ചെയ്യാനായിട്ട് പാടില്ല. വിവാഹം കഴിക്കാതെ വേണം ചെയ്യാനായിട്ട്. വിവാഹം കഴിച്ചിട്ടാണ് നിങ്ങൾ കർത്താവിൻ്റെ വേലക്ക് ഇറങ്ങുന്നതെങ്കിൽ
ഭർത്താവ് ഒരിടത്തും ഭാര്യ വേറൊരിടത്തുമായിട്ട് ചെയ്യാവൂ, കുടുംബമായിട്ട് ചെയ്യരുതെന്ന് പറഞ്ഞു. എൻ്റെ വൈഫ് പറഞ്ഞൊരു കാര്യം ചെയ്യേ, എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഇവിടെ ഇല്ല, അദ്ദേഹം ഉള്ള ഒരു ദിവസം വരാൻ പറഞ്ഞു. ഞാൻ തിരിച്ച് രാത്രി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നമുക്കൊരു ദിവസം അദ്ദേഹത്തെ പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2-3 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾ നമ്മുടെ ഇടയ്ക്കുണ്ട്. വിവാഹം വിലക്കുക. 2, വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണം എന്ന് കൽപ്പിക്കുക. ചില ഭക്ഷണ സാധനങ്ങൾ അശുദ്ധമാണത് കഴിക്കരുത് എന്ന് പഠിപ്പിക്കുന്നത്. അത് പഴയ നിയമത്തിലെ വാക്യങ്ങൾ വെച്ചിട്ട് അവർ പറയുക. പുതിയ നിയമം അങ്ങനെ നമ്മളോട് പറയുന്നില്ല. അപ്പോൾ പഴയ നിയമം എടുത്ത് പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്ന് അത് കയറ്റി വെച്ചിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന അത് ദുരുപദേശമാണെന്നാണ് പൗലോസ് പറയുന്നത്. പറയാ ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ല 4-ാം വാക്യം തൊട്ട് 1 തിമോഥെയോസ് 4:4 വാക്യം തൊട്ട്, എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലത്, സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല, ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. എന്നിട്ട് 6-ാം വാക്യം പറയാ, ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ. അപ്പം അത് തിന്നരുത്, ഇത് തിന്നരുത്, അതശുദ്ധമാണ്, ഇതശുദ്ധമാണ്, ന്യായപ്രമാണത്തിൽ അത് അശുദ്ധമാണെന്ന് പറഞ്ഞാൽ തിന്നരുത്, അങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത്. ഇത് നീ സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ. ഏതാ? ദൈവവചനത്താലും പ്രാർത്ഥനയാലും സകലതും വിശുദ്ധീകരിക്കപ്പെടുന്നു. കർത്താവും പറഞ്ഞത് പുറത്തുനിന്ന് അകത്തേക്ക് ചെല്ലുന്നതല്ല നിന്നെ അശുദ്ധനാക്കുന്നത്, അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് അശുദ്ധനാക്കുന്നത്. ഇത് പഠിപ്പിച്ചാൽ നീ വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുയേശുവിന് നല്ല ശുശ്രൂഷകനാകും. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് അത് മാറ്റിവെച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഇതോടുള്ള ബന്ധത്തിൽ പറയാണ്ട്, അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അത് ചിന്തിക്കാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1, ക്രിസ്തുവിലെ വിശ്വാസത്തിൽ നിന്ന് നിങ്ങളെ മാറ്റി സഭയിലോ പ്രസ്ഥാനങ്ങളിലോ സംഘടനകളിലോ വ്യക്തികളിലോ ഒക്കെ നിങ്ങളെ തളച്ചിടാനായിട്ട് ശ്രമിക്കുന്ന ദുരുപദേശങ്ങൾ. 2, എന്താണ്? കർത്താവിൻ്റെ വരവ് ഇതാ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ ഇളക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ദുരുപദേശങ്ങൾ. 3, പുതിയ ശിഷ്യൻ വിശ്വാസത്തിൽ ആ പക്വത പ്രാപിക്കാതെ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കയറുന്നവർ എഴുന്നേറ്റെന്ന് പഠിപ്പിക്കുന്ന അത്തരത്തിലുള്ള പഠിപ്പിക്കലുകൾ. 4, കിഴവിക്കഥകളും പാട്ടുകളും ഒക്കെ ഉപയോഗിച്ച് സ്ഥാപിക്കപ്പെടുന്ന ഉപദേശങ്ങൾ, പ്രത്യേകിച്ച് വിവാഹം വിലക്കുകയും ഭക്ഷണ സാധനങ്ങൾ വർജിക്കണം എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഉപദേശങ്ങൾ. ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ ഉപദേശകന്മാർ ദൈവസഭകൾക്കകത്ത് വേണ്ട. ദൈവം എഫേസോസ് സഭയോട് പറയുന്നത്, കൃപാവരങ്ങൾ തന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഉപദേശങ്ങളുടെ നാനാ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ദൈവവചനം പഠിക്കുകയും ദൈവവചനം ഉള്ളതുപോലെ പഠിക്കുകയും ഉള്ളതുപോലെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വിശ്വാസത്തിൽ നമുക്ക് നിലനിൽക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിനെ വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞങ്ങളുടെ കൈകളിൽ തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അത് കൃത്യമായിട്ട് വായിക്കുകയും അത് കൃത്യമായിട്ട് പഠിക്കുകയും അത് കൃത്യമായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാതെ അതിൽ തന്നെ നിലനിൽക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.